ഹായ് വെൽക്കം ടു മാറ്റ്കം ടീം മാറ്റ്കമിന്റെ മറ്റൊരു ക്യാപ്സൂൾ സീരീസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത് കോണിക് സെക്ഷനകത്ത് എലിപ്സിൽ നിന്ന് ചോദിക്കാൻ സാധ്യത ക്വസ്റ്റ്യൻ ആണ്. പാരബോളയുമായി ബന്ധപ്പെട്ട് എലിപ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സർക്കിളുമായി ബന്ധപ്പെട്ട് നമ്മൾ വേരിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. അന്നേരം ഇപ്പോൾ ഡിസ്കസ് ചെയ്യാതെ പോയ എലിപ്സിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബേസിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ചോദിച്ചാൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ബട്ട് നമുക്ക് കുറച്ച് ട്രിക്കി ആയിട്ട് അപ്രോച്ച് ചെയ്യേണ്ട ഒരു ചോദ്യമാണിത്. സോ ചോദ്യത്തിലേക്ക് പോകാം. വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിലുള്ള അഭിപ്രായം കൂടി കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ചോദ്യം ഇങ്ങനെയാണ്: ഇഫ് ആൻ എലിപ്സ് പാസിംഗ് ത്രൂ ദ പോയിന്റ് 3, 1 having the foci plus or minus 4, 0, find the length of the major axis, standard equation of the ellipse, eccentricity and the length of the latus rectum. നോക്കാം, 6 മാർക്കിന്റെ ചോദ്യമായിട്ടാണ് ഇത് വരിക. സോ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു എലിപ്സ് നമുക്ക്, ഇത് ഏത് എലിപ്സ് ആണ്? ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഫോസി പ്ലസ് ഓർ മൈനസ് 4, 0, അതായത് അതിന്റെ മേജർ ആക്സിസ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിലാണെന്ന് നമുക്ക് ഉറപ്പാണ്. ക്ലിയർ? അത് മനസ്സിലാവാത്തവർ എലിപ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടു നോക്കുക. അതിനകത്ത് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ നമ്മൾ തന്നിട്ടുണ്ട്. സോ ഈ ഒരു എലിപ്സ് എന്ന് പറയുന്നത് ബേസിക്കലി നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് ആയിരിക്കും കിട്ടും. അതായത് മേജർ ആക്സിസ് എക്സ് ആക്സിസ് വരുന്ന, മൈനർ ആക്സിസ് വൈ ആക്സിസ് ആയിട്ട് വരുന്ന എലിപ്സ്. സോ എലിപ്സിന്റെ ഫോസി നമുക്ക് തന്നിട്ടുണ്ട്. എലിപ്സിന്റെ ഫോസി എവിടെ തന്നേക്കുന്നത്? ഇതാണ് ഫോസി. സോ നമുക്ക് ഫോസി തന്നിട്ടുണ്ട്. ഫോസയുടെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 4, 0, അതായത് ഇത് 4,0 ഇത് -4,0 തരും. ദെൻ പറഞ്ഞിരിക്കുന്നത് എന്താ? എലിപ്സ് പാസിംഗ് ത്രൂ എ പോയിന്റ് 3,1. എലിപ്സ് ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്നു. ഏതാണ് പോയിന്റ്? 3,1. ഓക്കെ, ഫൈൻ. ഇത്രയും ഡീറ്റെയിൽ മാത്രമാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ബേസിക്കലി നമുക്കിവിടെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, എക്സ് ആക്സിസ് മേജർ ആക്സിസ് ആയിട്ടുള്ള എലിപ്സിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് x² ബൈ a² പ്ലസ് y² ബൈ b² ഈക്വൽ ടു 1 ആണ്. ക്ലിയറാ? അപ്പം ഏതെങ്കിലും ഒരു കോണിക് സെക്ഷൻ, സർക്കിൾ ആയിക്കോട്ടെ, പരബോള ആയിക്കോട്ടെ, ഹൈപ്പർബോള ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു കോണിക് സെക്ഷൻ ഏതെങ്കിലും ഒരു പോയിന്റിലൂടെ കടന്നു പോകുമെന്ന് പറഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻ അവിടെ സാറ്റിസ്ഫൈഡ് ആകുമെന്നാണ് അർത്ഥം. അതായത് എലിപ്സ് 3,1 പാസ്സാവും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിനകത്ത് എക്സിന്റെ വാല്യൂ 3 വൈയുടെ വാല്യൂ 1 ആയിട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അപ്പൊ നമുക്ക് 3² ഡിവൈഡഡ് ബൈ a² പ്ലസ് y² പ്ലസ് 1² ഡിവൈഡഡ് ബൈ b² ഈക്വൽ ടു 1 എന്ന് കിട്ടും. 3² വാല്യൂ 9 ബൈ a² പ്ലസ് b² 1² വാല്യൂ 1 ബൈ b² ഈക്വൽ ടു 1. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? 9 ഇൻറ്റു b² 9b² പ്ലസ് 1 ഇൻറ്റു a² ഡിവൈഡഡ് ബൈ a² പ്ലസ് a² ഇൻറ്റു b² ഈക്വൽ ടു 1. ഡിനോമിനേറ്ററിന് അപ്പുറത്തോട്ട് കൊണ്ടുപോയി നമുക്ക് എന്ത് കിട്ടും? 9b² പ്ലസ് a² ഈക്വൽ ടു a² b². നമുക്കിതിനെ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കാം. പിന്നെ തന്നിരിക്കുന്നത് എന്താണ്? ഫോസി എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 4, 0 ആണെന്ന്. അതായത് സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 4 ആണെന്നാണ് അർത്ഥം. സോ സിയും എയും ബിയും തമ്മിലുള്ള ബന്ധമുണ്ട്. അതായത് c² ഈക്വൽ ടു a² മൈനസ് b². അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 4² ഈക്വൽ ടു a² മൈനസ് b², അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 16 ഈക്വൽ ടു a² മൈനസ് b² ഓർ a² ഈക്വൽ ടു 16 പ്ലസ് b². ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ a² ഈക്വൽ ടു 16 പ്ലസ് b² എന്ന് പറയുന്ന വാല്യൂ ഇക്വേഷൻ നമ്പർ 1-നകത്ത് a² ഉള്ളിടത്തെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഇപ്പുറത്തോട് എഴുതാം. അതായത് ഇക്വേഷൻ നമ്പർ 1 ഇങ്ങനെയാണ്: 9b² പ്ലസ് a² ഈക്വൽ ടു a² b². ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു a² ഈക്വൽ ടു 16 പ്ലസ് b². കറക്റ്റ്? ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തേക്ക്. a² ഈക്വൽ ടു 16 പ്ലസ് b². ഈ ഒരു വാല്യൂ ഈ ഒരു ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് എന്ത് എഴുതാം? സബ്സ്റ്റിറ്റ്യൂട്ട് ഓർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് the value of a² in equation number 1 implies ഇപ്പൊ എന്ത് കിട്ടും? 9b² പ്ലസ് 16 പ്ലസ് b² ഈക്വൽ ടു a² പകരം എന്ത് കൊടുക്കാം? 16 പ്ലസ് b². ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അപ്പൊ എന്ത് കിട്ടും? 9b² പ്ലസ് 16 പ്ലസ് b² ഈക്വൽ ടു 16b² പ്ലസ് b² ഇൻറ്റു b² മീൻസ് b raised to 4. Then 9b² plus b², 10b², that is 16 plus 10b² equal to 16b² plus b raised to 4. Clear?
എല്ലാ ടൈമിനെ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് കിട്ടും ബി റേസ് ടു 4 പ്ലസ് 16 ബി സ്ക്വയർ. ഈ പ്ലസ് ആയിട്ടുള്ള രണ്ടെണ്ണം അപ്പുറത്ത് ഒരു മൈനസ് ആവും. മൈനസ് 10 ബി സ്ക്വയർ മൈനസ് 16 ഈക്വൽ ടു 0. അതായത് ബി റേസ് ടു 4 പ്ലസ് 16 ബി സ്ക്വയർ 10 ബി സ്ക്വയർ കുറച്ചാൽ 6 ബി സ്ക്വയർ മൈനസ് 16 ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ നോക്കിക്കേ, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഇത് എങ്ങനെ സോൾവ് ചെയ്യുന്ന ഒരു കൺഫ്യൂസീവ് സ്റ്റേറ്റ് വരാം. നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയാണ്. അതായത് ബി റേസ് ടു 4 പ്ലസ് 6 ബി സ്ക്വയർ മൈനസ് 16 ഈക്വൽ ടു 0 ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലല്ലോ, എന്ത് ചെയ്യുന്നൊക്കെ തോന്നും. വളരെ സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ലെറ്റ് എക്സ് ഈക്വൽ ടു ബി സ്ക്വയർ. എക്സിന് ബി സ്ക്വയർ എന്ന് കൊടുത്താൽ എക്സ് സ്ക്വയർ എന്ത് വരും? ബി സ്ക്വയർ ഹോൾ സ്ക്വയർ, അതായത് ബി റേസ് ടു 4 വരും. ക്ലിയറാ? അതായത് എക്സ് സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയറിന്റെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2 into 2 4 ബി റേസ് ടു 4. അപ്പൊ ഈ ബി റേസ് ടു 4ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് സ്ക്വയർ കൊടുക്കാം. ബി സ്ക്വയറിന് പകരം എന്ത് കൊടുക്കാം? എക്സ് കൊടുക്കാം. മൈനസ് 16 ഈക്വൽ ടു 0. അപ്പൊ നോക്കിക്കേ, ഒരു സിമ്പിൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയി. എങ്ങനെ ഇനി എങ്ങനെ സോൾവ് ചെയ്യാം? രണ്ട് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 16 കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ 6 കിട്ടണം. രണ്ട് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് വരണമെങ്കിൽ, രണ്ട് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് വരണമെങ്കിൽ ഒരു നമ്പർ നെഗറ്റീവും മറ്റേ നമ്പർ പോസിറ്റീവും ആയിരിക്കണം. അവ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ് കിട്ടണമെങ്കിൽ വലിയ നമ്പർ പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ എന്താണ്? രണ്ട് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16 കിട്ടുന്നു, അവ തമ്മിലുള്ള വ്യത്യാസം 6. 16ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് നോക്കിയാൽ മതി. 1 into 16, 2 into 8, 4 into 4. ഇവിടെ ഏതൊക്കെ തമ്മിലുള്ള വ്യത്യാസമാണ് 6 വരിക? 2 8 തമ്മിലുള്ള. സോ പ്ലസ് 8ഉം മൈനസ് 2 ആയിരിക്കും. സോ ഇതിലേക്ക് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? പ്ലസ് 8ഉം മൈനസ് 2ഉം കിട്ടിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ആ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യുക. അതായത് എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 8x. ഇപ്പൊ എന്ത് വന്നു? മൈനസ് 16 ഈക്വൽ ടു 0. ആദ്യത്തെ രണ്ട് ടേംസിൽ നിന്ന് എക്സ് കോൺസ്റ്റന്റ് എക്സ് ഔട്ടിനിടയിൽ എടുത്താൽ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2 പ്ലസ് ഇവിടെ നമുക്ക് 8 വെളിയിലെടുത്താൽ എക്സ് മൈനസ് 2 ഈക്വൽ ടു 0. രണ്ടിടത്തും എക്സ് മൈനസ് 2 കോമൺ വന്നു. എക്സ് മൈനസ് 2നെ കോമൺ എടുത്താൽ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 8 ഈക്വൽ ടു 0. അപ്പം a ഇൻറ്റു ബി ഈക്വൽ ടു 0 ആണെങ്കിൽ either a should be equal to 0 or b equal to 0. That is x minus 2 equal to 0. That is x is equal to 2. Or x plus 8 equal to 0 or x is equal to minus 8. എന്താണ് x ആയിട്ട് എടുത്തത്? ബി സ്ക്വയർ. ബി സ്ക്വയർ എന്ന് പറയുന്ന ഒരു ലെന്ത് ആണ്. അപ്പൊ ലെന്ത് ഒരിക്കലും നെഗറ്റീവ് ആവാൻ പറ്റത്തില്ല, അത് പറ്റൂല. സോ നമുക്ക് എന്തെടുക്കാം? ബി സ്ക്വയർ ഈക്വൽ ടു 2 എന്ന് കിട്ടി. ക്ലിയറാ? നമ്മുടെ കയ്യിൽ ഓൾറെഡി സിയുടെ വാല്യൂ ഉണ്ട്. സിയുടെ വാല്യൂ എന്താണ്? 4. അപ്പൊ സി സ്ക്വയറിന്റെ വാല്യൂ എന്താണ്? 16. അത് രണ്ടും നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണ് നമുക്ക് എ സ്ക്വയറിന്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? എന്താ? സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അതായത് എ സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇപ്പൊ എന്ത് കിട്ടും? 16 പ്ലസ് ബി സ്ക്വയറിന്റെ വാല്യൂ 2 18. കറക്റ്റാ? എ സ്ക്വയറിന്റെ വാല്യൂ 18. അതായത് എ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 18. 18ന്റെ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 കിട്ടും, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. സോ ഇത് രണ്ട് കോമൺ ആയിട്ട് 3 എടുത്താൽ വി വിൽ ബി റൈറ്റിംഗ് ഇറ്റ് ആസ് 3 root 2. ദാറ്റ് ഈസ് ഈക്വൽ ടു പേയുടെ വാല്യൂ 3 root 2 ആണെന്ന് കിട്ടി. ക്ലിയറാ? നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ ലെന്ത് ഓഫ് ദ മേജർ ആക്സിസ്. മേജർ ആക്സിസിന്റെ ലെന്ത്, ലെന്ത് ഓഫ് മേജർ ആക്സിസ്, ലെന്ത് ഓഫ് മേജർ ആക്സിസ്. മേജർ ആക്സിസിന്റെ ലെന്ത് എന്ന് പറയുന്നത് 2a ആണ്. എയുടെ വാല്യൂ എന്താന്ന് കിട്ടി? 3 root 2 ആന്ന് കിട്ടി. അപ്പൊ 2 into 3 root 2, 3 into 2 എന്ന് പറയുമ്പോൾ 6 root 2. മൈനർ ആക്സിസ് ചോദിച്ചിട്ടില്ല, എങ്കിലും നമുക്കൊന്ന് കണ്ടുപിടിച്ചേക്കാം. ലെന്ത് ഓഫ് മൈനർ ആക്സിസ് ഈക്വൽ ടു 2b ആണ്. ബിയുടെ വാല്യൂ ബി സ്ക്വയർ 2 ആണെങ്കിൽ ബിയുടെ വാല്യൂ റൂട്ട് 2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 2b ഈക്വൽ ടു 2 root 2. ലെന്ത് ഓഫ് ദ മൈനർ ആക്സിസ് രണ്ടും കണ്ടുപിടിച്ചു. ഇതൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് ദ എലിപ്സ്? എലിപ്സിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ, ഇക്വേഷൻ ഓഫ് എലിപ്സ്. എന്താ ഇക്വേഷൻ ഓഫ് ദ എലിപ്സ്? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയറിന്റെ വാല്യൂ എന്താണ്? 18. എക്സ് സ്ക്വയർ ബൈ 18 പ്ലസ് ബി സ്ക്വയറിന്റെ വാല്യൂ എന്താണ്? ബി സ്ക്വയറിന്റെ വാല്യൂ 2. സോ ബി ഓക്കെ, therefore y സ്ക്വയർ ബൈ 2 ഈക്വൽ ടു 1. ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് എടുക്കും. ദെൻ ചോദിച്ചിരിക്കുന്നത് എസെൻട്രിസിറ്റി ആൻഡ് ദ ലെന്ത് ഓഫ് ദ ലാറ്റസ് റെക്ടം. ഓക്കെ, എന്താണ് എസെൻട്രിസിറ്റി? എസെൻട്രിസിറ്റി ഈക്വൽ ടു സി ബൈ എ. സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. എയുടെ വാല്യൂ എന്താണ്? എയുടെ വാല്യൂ എന്ന് പറയുന്നത് 3 root 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 root 2.
ക്ലിയർ ആം? ദെൻ 2വിനെ എന്തെന്ന് എഴുതാം? 2വിനെ 2 into 2 divided by 3 root 2 എന്ന് എഴുതാം. റൂട്ട് 2ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ നമുക്ക് റൂട്ട് 2 കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 root 2 by 3. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്ടം ദാറ്റ് ഈസ് ഈക്വൽ ടു 2b square by a. ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്ടം 2b square by a. ദാറ്റ് ഈസ് 2 into b സ്ക്വയറിന്റെ വാല്യൂ എന്താണ്? 2. 2 into 2 ഡിവൈഡ് ബൈ എയുടെ വാല്യൂ എന്താണ്? എയുടെ വാല്യൂ എന്ന് പറയുന്നത് 3 root 2. ഈ റൂട്ട് 2ഉം 2ഉം ക്യാൻസൽ ആയിപ്പോയി 2 കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 root 2 ഡിവൈഡ് ബൈ 3 എന്ന് കിട്ടി. ഇവിടെ ചോദിക്കാത്തൊരു സാധനമുണ്ട്, വെർട്ടിസസിന്റെ ലൈക്ക് എന്താ പറയുക കോർഡിനേറ്റ്സ്. അത് കണ്ടുപിടിക്കാൻ പ്ലസ് ഓർ മൈനസ് a0 കറക്റ്റാ. എയുടെ വാല്യൂ എന്താണ്? 3 root 2. ഇപ്പം എന്ത് വരും? പ്ലസ് ഓർ മൈനസ് 3 root 2, 0. ക്ലിയർ ആ? സോ ഇങ്ങനെ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിനെയുള്ള അഭിപ്രായം കൂടി മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.